ഗുഡ് മോർണിംഗ്. ഇന്നത്തെ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാട്ടോ. ഞാനും കൺമണിയും കൂടിയുള്ള ഒരു മോർണിംഗ് റുട്ടീൻ. ഇന്ന് ഏട്ടനെയും കണ്ണനെയും വിട്ടിട്ട് ഞാൻ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണേ. ഇഡ്ഡലിയും സാമ്പാറാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. അത് കഴിഞ്ഞിട്ട് കൺമണീനെ എഴുന്നേൽപ്പിക്കാം, കുറച്ച് നേരം ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രിയൊക്കെ അവൾ ഭയങ്കര കളിയായിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നത്. നല്ല ഉറക്കമാണിപ്പോൾ. ആ സമയത്ത് ഞാൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. ടി വി കാണാം കേട്ടോ. ഇപ്പോൾ കണ്ണനും കൺമണിയും ഉണ്ടെങ്കിൽ എനിക്ക് ആ സമയത്തൊന്നും ടി വി കാണാനേ പറ്റില്ല. അവർ രണ്ടുപേരുടെയും ചാനലുകളാണ് ടി വിയിൽ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ആ സമയത്ത് കഴിച്ച് കഴിഞ്ഞപ്പോൾ കൺമണി എണീറ്റിട്ടുണ്ടേ. ഇനി അവൾക്ക് ബ്രഷ് ചെയ്യണം, അവളെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ഇനി അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ. അവൾക്ക് ദോശയാണ്. സാധാരണ ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും വലിയ മടിയാണ് കഴിക്കാനായിട്ടേ. അതുകൊണ്ട് ഞാൻ ഇന്ന് ദോശ ഉണ്ടാക്കി കൊടുത്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ദോശ ഉണ്ടാക്കാനായിട്ട് പോവാണേ. നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. കണ്ണനും അങ്ങനെയാണ്. നേരത്തെ തൊട്ടേ ഇങ്ങനെ ഇഡലിയോട് വലിയ താല്പര്യമില്ല. ഇങ്ങനെ ദോശയൊക്കെ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല മൊരിയിച്ചൊക്കെ കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതുപോലെ കൺമണിക്ക് ഒന്ന് കൊടുത്ത് നോക്കാം. ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ കൺമണിക്ക്. അപ്പോൾ എങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ഇന്ന് ഉണ്ടാക്കിയെടുത്തതാണേ. ഇന്ന് സാമ്പാർ അതിൻ്റെ കൂടെ കൊടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് വയറുവേദന എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൽ പരിപ്പൊക്കെ ചേർന്നതായത് കൊണ്ടിട്ട് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ എന്ന് ഓർത്തിട്ട് ഞാൻ അത് ഒഴിവാക്കിയിട്ട് പഞ്ചസാര കൂട്ടിയാട്ടോ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് റൂമൊക്കെ ഒന്ന് നീറ്റാക്കി ഇടാണേ. സാധാരണ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഞാൻ ഇതുപോലെ എല്ലാ ദിവസവും ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നമ്മുടെ ജനലെല്ലാം തുറന്നൊക്കെ ഇട്ട് ഒന്ന് നീറ്റാക്കി ഇടും എല്ലാ ദിവസവും ഇങ്ങനെ റൂമൊക്കെ. അപ്പോൾ അത് സ്ഥിരം ചെയ്യണ പോലെ തന്നെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഇങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന ഒരു കാര്യം, രാവിലത്തെ എൻ്റെ റൊട്ടീനിലുള്ള ഒരു കാര്യം, എൻ്റെ ചെറിയ ഒരു കൃഷി, ചെറുതല്ല, ചെറുതായിട്ട് ഞാൻ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ച് കൊടുക്കാനായിട്ട് വന്നതാണേ. അപ്പം ഞാൻ ചീരവിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഇതിൽ. അപ്പോൾ അതൊക്കെ മുളച്ച് വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായ. ഇങ്ങനെ മുളച്ചൊക്കെ വന്ന് അങ്ങനെ മുളക്കും, സാധാരണയാണ്. അതിലെന്താ ഇത്ര സന്തോഷിക്കാനെന്ന് തോന്നുന്നുണ്ടാവുമല്ലോ നിങ്ങൾക്ക്. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നൊരു കാര്യത്തിനൊരു റിസൾട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ടി വി വെച്ച് കൊടുത്ത ആൾ എൻ്റെ പുറകെ തന്നെ എന്നേക്കാളും മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇതിലൊഴിച്ച് കൊടുക്കുന്ന പുളിച്ച കഞ്ഞിവെള്ളം കേട്ടോ. തലേ ദിവസം കഞ്ഞിവെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം കൂടി ചേർത്തിട്ട് എല്ലാ ചെടിക്കും ഒഴിച്ച് കൊടുക്കും. വളരെ നല്ലതാണെന്ന് ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ട്, അപ്പോൾ ചെയ്ത് നോക്കാം എന്ന് വെച്ചിട്ട് അങ്ങനെ ആക്കുകയാണേ. ഇന്ന് ഞാൻ കുറച്ച് ചെടികളൊക്കെ കൂടി വെച്ചിട്ടുണ്ട്. ഈ പീച്ചിൽ, പാവൽ, പയർ, വെണ്ട അതൊക്കെ കൂടി കുറച്ച് തൈകളൊക്കെ വാങ്ങിയിട്ട് അതുമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ ഒന്ന് നനക്കാണ് കേട്ടോ. അപ്പം ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടം കൺമണിക്ക്. അപ്പോൾ അവളും വന്നിട്ട് നനച്ച് കൊടുക്കാനായിട്ട് ഒരു പാത്രമൊക്കെ ആയിട്ട് വന്നതാണ്. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവൾക്ക് ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.